ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്ന ആ ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ഞാൻ ഉണ്ടാക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരുപാട് ടൈം പോകും. അതിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു 5 കോഴിമുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ കോഴിമുട്ടയല്ല, നമ്മൾ പൊരിക്കാനൊക്കെ എടുത്തിട്ട് ബാക്കി അതിൻ്റെ തോടുണ്ടാവില്ലേ, അതൊരു 5 കോഴിമുട്ടയുടെ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് അത് ഒരു ലിറ്റർ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ 5 കോഴിമുട്ടയുടെ ഷെല്ലും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചു. എന്നിട്ട് ആ തിളച്ച് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ 5 ടേബിൾ സ്പൂൺ ചായലിട്ടു. നല്ല ചായല കേട്ടോ, ഒറിജിനൽ ചായല ചണ്ടിയല്ല, ചായലിട്ടു. എന്നിട്ട് അതും ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ ഇത് ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റിനാണ് കേട്ടോ ഒഴിക്കാൻ വിചാരിച്ചിട്ടത്. കാരണം ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയിട്ടാണ് വരുന്നത്. എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. മാവ്, പിന്നെ അതേപോലെ പേര, പിന്നെ സപ്പോട്ട, അങ്ങനെയൊക്കെ അല്ലാതെ ഒരു 2-3 വെച്ച് വാങ്ങിയിട്ടുണ്ട്. അതൊരു 4 എണ്ണത്തിന് മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കണുള്ളൂ. എന്നിട്ടൊരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒഴിക്കും. അങ്ങനെ 2 പ്രാവശ്യം ഒരു മാസത്തിൽ ഒഴിക്കുക. അപ്പോൾ നമുക്കൊരു മാസം കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ ഇത് ഉണ്ടാക്കണം വിധം ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ഈ 3 ഐറ്റം കൂടിയിട്ട് നന്നായിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കണം. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് ചൂടാറും, നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം അതിലേക്ക് 3 ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, ഒരു കപ്പ് പോലെയാണ്, 3 കപ്പ് വെള്ളം ഞാൻ വേറെ ഒഴിച്ചു. അതുകൂടാതെ ഇന്നലത്തെ കഞ്ഞിവെള്ളം അത് ഇതേ 1 ലിറ്റർ വേറെ ഒഴിക്കുന്നുണ്ട്. തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിക്കണം. അതായത് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് ഇത് നമ്മുടെ ചെടികളുടെ നമ്മൾ ഒഴിക്കാം. ഇത് ഏത് ചെടികൾക്കും പറ്റും. ഇത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആകുമ്പോൾ കുറച്ചും കൂടിയും ഒരു കനമുള്ളതാണല്ലോ, അതായത് കുഞ്ഞു ചെടികളുടെ പോലെയല്ലല്ലോ. അതുകൊണ്ട് അതിന് ഇനി ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ചെറിയ ചെടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് തളിർപ്പ് വരും ചെടികൾക്ക്. തളിർപ്പ് വന്നു കഴിഞ്ഞാലാണ് നമുക്കതുമ്പോൾ പൂവും മുട്ടും പിന്നെ കായൊക്കെ നന്നായി വരിക. അപ്പോൾ പെട്ടെന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, തളിർപ്പൊക്കെ നന്നായി വരട്ടെ എന്ന്, ജീവമില്ലാത്ത പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കിയിട്ട് ഇത് ഒഴിക്കാമെന്ന് വിചാരിച്ചത്. ഇത് സന്ധ്യ നേരത്തെ ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ മഴ പെട്ടെന്ന് അതിൻ്റെ പിന്നാലെ കൊള്ളാൻ പാടില്ല. ഇപ്പം മഴ ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കി ചെയ്തത്. പിന്നെ അത് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിന് മുൻപ് ഒരു തെച്ചി ഞാൻ ഷോർട്ടായിട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. തെച്ചിക്ക് ഞാൻ ഒരു 1.5 മാസം മുൻപ് ഇങ്ങനെ ജീവമില്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 1.5 മാസം മുൻപ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു. അപ്പോൾ അതുമ്പോൾ നിറച്ച് പൂവാണ്. ഇപ്പോൾ ഒന്ന് ഒതുങ്ങി, പക്ഷേ നിറയെ പൂവ്, ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്, നിറച്ച് പൂവാണ്, നാടൻ തെച്ചി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു സ്ലറിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനും ഇങ്ങനെ പേര, അതേപോലെ തന്നെ സപ്പോട്ട, പിന്നെ കാലപാടി മാവുണ്ട്, അത് മാവ്, പിന്നെ ഞാൻ നമ്മുടെ ബുഷ് ഓറഞ്ചില്ലേ ഇതിന് 4 ഇപ്പം ഒന്ന് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഒഴിക്കുന്നതിനൊക്കെ മുൻപ് നമ്മളതിൻ്റെ തടം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയൊരു കമ്പ് കൊണ്ടൊന്ന് ഇണക്കിയിട്ടുണ്ടാവണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊണ്ടുപോയിട്ട് ഒഴിക്കാം.